ജാസ്മിനും ഗബ്രിയും ഇല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ കണ്ടന്റ് ഇല്ലെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടന്റ് ദാരിദ്ര്യം എന്ന അവസ്ഥയായിരിക്കും വീടിനുള്ളിൽ ഉണ്ടാവുക. കാരണം വേറെ ആരും സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. വൈൽഡ് കാർഡ് വന്നതോടുകൂടി ജിൻഡോ ഏകദേശം ഒതുങ്ങിയ അവസ്ഥയാണ്. സിബിനാണ് തമ്മിൽ ഭേദം. അവിടെയും ജാസ്മിൻ ഗബ്രി തന്നെയാണ് മെയിൻ ടാർഗറ്റ്. കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ നടന്ന സംഭവങ്ങൾ ഓരോന്നെടുത്ത് നോക്കിയാലും ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയി ജാസ്മിൻ ഗബ്രി ടാർഗറ്റ് തന്നെയാണ് നടന്നിരുന്നത്. 36-ാം ദിവസം നടന്ന മെയിൻ സംഭവത്തിലേക്ക് ആദ്യം പോവാം. ആദ്യമായിട്ടാണ് ഒരു പവർ ടീം പവർ എന്താണെന്ന് മനസ്സിലാക്കി ഗെയിം കളിക്കുന്നത്. സംഭവം പവർ വർക്കാവുമെന്നുള്ള പവർ ടീമിന്റെ പരീക്ഷണമായിരുന്നുവെങ്കിലും സംഗതി സക്സസ് ആയിരുന്നു. പവർ റൂം മെമ്പേഴ്സ് പവർ ഉപയോഗിച്ച് ഡെൻ ടീമിനെ റൂമിൽ പൂട്ടിയിടുന്നു. വെറുതെയല്ല, ബിഗ് ബോസിനോട് പവർ അധികാരം ഉപയോഗിച്ച് ലോക്ക് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഓട്ടോമാറ്റിക് ലോക്ക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ റൂം ബിഗ് ബോസ് ആണ് ലോക്ക് ചെയ്യുന്നത്. സംഭവം ജിൻഡോയുടെ പ്ലാനിംഗ് ആയിരുന്നുവെങ്കിലും പറഞ്ഞ ഉടനെ ബിഗ് ബോസ് ലോക്ക് ചെയ്യുമെന്ന് അവര് പോലും സ്വപ്നത്തിൽ കരുതിയിട്ടില്ല. പിന്നീട് അങ്ങോട്ട് ഫുൾ എൻഗേജിംഗ് ആയിരുന്നു. ഡെൻ ടീമിലില്ലാത്ത ജാസ്മിൻ കറക്റ്റ് ടൈമിൽ അതിൽ ഉൾപ്പെടേണ്ടി വന്നതും ടാസ്കിനിടയിൽ തന്നെ ഇത് സംഭവിച്ചതും പവർ ടീമിന് വീണ് കിട്ടിയ ചാൻസ് ആയിരുന്നു. മാക്സിമം ഗബ്രിയും ജാസ്മിനും പവർ ടീമിനെ പ്രൊവോക്ക് ചെയ്ത് ഡോർ ഓപ്പൺ ആക്കാൻ ശ്രമിച്ചിരുന്നു. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഗബ്രിയാണ്. കാരണം പവർ ടീമിനെയും ക്യാപ്റ്റനെയും വരെ ഇമോഷണലി സ്വാധീനിക്കാൻ ഗബ്രി മാക്സിമം ശ്രമിച്ചിരുന്നു. നിങ്ങൾ എൻ്റെ ക്യാപ്റ്റൻ ആണോ, അതുപോലെ ഞാൻ പറയുന്നത് കേൾക്കുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഇമോഷണലി സ്വാധീനിക്കാനുള്ള ശ്രമം തന്നെയായിരുന്നു. ജാസ്മിൻ ആയാലും മാക്സിമം പവർ ടീമിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു. അപ്സര, രസ്മിൻ, അർജുൻ ഇവരൊന്നും ഞങ്ങളെ തുറന്നു വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലപാടിലാണ് ഇരുന്നത്. അപ്സരയാണ് കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറായിരുന്നത്. ശേഷമാണ് ഗബ്രി മാപ്പ് പറഞ്ഞാൽ ഡോർ ഓപ്പൺ ചെയ്യാമെന്ന ഡിമാൻഡ് പവർ ടീം വെക്കുന്നത്. അവിടെയും ഗബ്രി തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു എന്നല്ലാതെ മാപ്പ് പറയാൻ തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ജാസ്മിന്റെ അവസാനത്തെ തന്ത്രമാണ് പവർ ടീമിനെ വരുതിയിലാക്കിയത്. അതായത് തനിക്ക് പീരിയഡ്സ് ആണ്, പാഡ് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ. അപ്പോഴും പവർ ടീം മാക്സിമം എതിർത്ത് നിന്നുവെങ്കിലും പവർ ടീമിലില്ലാത്ത മറ്റു മത്സരാർത്ഥികളുടെ അഭിപ്രായം, പ്രത്യേകിച്ച് നോറയുടെ ഒക്കെ അഭിപ്രായം കണക്കിലെടുത്താണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത്. അത്ര നേരം പിടിച്ചു നിന്ന പവർ ടീം ഈ ഒരു ഒറ്റ കാരണം എത്തിയപ്പോൾ വിട്ടുകൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. മാനുഷിക പരിഗണന അല്ലെങ്കിൽ സ്ത്രീ എന്ന കാരണത്തെ മുൻനിർത്തിയാണ് ഇവർ ഡോർ ഓപ്പൺ ചെയ്യുന്നത് പോലും. സത്യത്തിൽ ഈ ഒരു ഒറ്റ സംഭവത്തെ പല രീതിയിൽ നമുക്ക് നോക്കി കാണാൻ സാധിക്കും. ഒന്നാമതായി സിബിന്റെ മൈൻഡ് ഗെയിം. കാരണം ഗബ്രിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാനുള്ള ഐഡിയയും അതുപോലെ ടീം ഡെന്നിനെ ടാസ്കിൽ പങ്കെടുപ്പിക്കരുത്, അതായത് ഓൾറെഡി ടാസ്കിനായി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലോക്ക് ചെയ്യലും സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആ ടീം യാതൊരു കാരണവശാലും മത്സരിക്കരുതെന്ന നിർബന്ധം സിബിന്റെ ഗെയിം പ്ലാനിങ് തന്നെയാണ്. ടീം ഡെന്നിനെയല്ല, മറിച്ച് സിബിൻ ഫോക്കസ് ചെയ്ത് ഗബ്രിയെ തന്നെയാണ്. റൂമിലുള്ള മറ്റുള്ളവർ ഗബ്രിക്കെതിരെ തിരിയുമെന്ന ഡയലോഗ് എല്ലാം കൃത്യമായി അക്കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലൊരു തീരുമാനത്തിലേക്ക് സിബിൻ എത്തിയത് തന്നെ. രണ്ടാമതായി ഗബ്രിയുടെ ടാക്ടിക് മൂവ് ആണ്. സാഹചര്യത്തിനനുസരിച്ച് ഗെയിം മാറ്റിപ്പിടിക്കാൻ ഗബ്രിക്ക് നല്ല പോലെ അറിയാം. കാരണം റൂമിൽ ലോക്കാക്കി എന്നറിഞ്ഞതും ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ ഇമോഷണലി ടാർഗറ്റ് ചെയ്യാനാണ് ഗബ്രി ആദ്യം തന്നെ ശ്രമിച്ചത്. ശരണ്യ, പൂജ, ജിൻഡോ ഇവരെല്ലാം മാനുഷിക പരിഗണന എന്ന കാര്യം മുൻനിർത്തി വലിയ രീതിയിൽ ഇമോഷണൽ ടാർഗറ്റിംഗ് നടന്നിരുന്നു. ആ രീതി നടപ്പിലാവില്ലെന്ന് കണ്ടപ്പോഴാണ് വെല്ലുവിളി എന്ന രീതിയിലേക്ക് ഗബ്രി കാര്യങ്ങൾ മാറ്റിപ്പിടിച്ചത്. ഒരു പരിധി വരെ പവർ ടീമിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഗബ്രിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. മൂന്നാമതായി ജാസ്മിനാണ്. കാര്യം നടക്കാൻ എന്തും ചെയ്യും അല്ലെങ്കിൽ എന്തും പറയുമെന്ന നിലപാടാണ് സത്യത്തിൽ പവർ ടീമിന് വെല്ലുവിളിയായത്. ആ ഒരു സംഭവം കൃത്യമായി ജാസ്മിൻ ഉപയോഗിച്ചത് കൊണ്ടാണ് ഡെൻ റൂമിൽ നിന്നും രക്ഷപ്പെട്ടത് തന്നെ. പവർ ടീമിന്റെ ഒരൊറ്റ മൂവ് കാരണം പലരുടെയും ഗെയിം സ്ട്രാറ്റജി മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോഴും സിബിൻ, ജാസ്മിൻ, ഗബ്രി, ജിൻഡോ ഈ ഒരു 4 പേരിൽ മാത്രമാണ് ഗെയിം ആക്റ്റീവായി നിൽക്കുന്നത്. ബാക്കിയുള്ളവർ ഒരു കാഴ്ചക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞാൽ എന്തും ചെയ്യാമെന്ന നിലപാടിലാണ് മുൻപോട്ട് പോയത്. ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ പവർ ഉപയോഗിച്ചത് നിലവിലെ പവർ ടീം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം മുഴുവൻ ഒരൊറ്റ കണ്ടന്റിലൂടെ എപ്പിസോഡ് എൻഗേജിംഗ് ആക്കാൻ പവർ ടീമിന് കഴിഞ്ഞിരുന്നു. ഇതുവരെ ഈ സീസണിൽ കാണാത്ത ഒരു വെറൈറ്റി ഐഡിയ പരീക്ഷിച്ച നിലവിലെ പവർ ടീമിനെ സത്യത്തിൽ 100 മാർക്ക് കൊടുക്കണം. ഒരു തരത്തിൽ പറഞ്ഞാൽ ജാസ്മിനെയും ഗബ്രിയെയും കൊടുക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് ഈ പൂട്ടിയിടലിന് പിന്നിൽ ഉണ്ടായിരുന്നത്. സംഭവം പവർ എന്താണെന്ന് അറിയാനൊക്കെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ജാസ്മിൻ കൃത്യമായി ആ റൂമിൽ കയറിയ ടൈമിൽ തന്നെ ഇക്കാര്യം പവർ ടീം ആവശ്യപ്പെടണമെങ്കിൽ അത് തന്നെയാണ്. ജാസ്മിൻ റൂമിനുള്ളിൽ ഉണ്ടായിരുന്നത് അറിഞ്ഞില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്ന് പകല് പോലെ വ്യക്തമാണ്. ഇതും കൂടി ആയതോടെ ഈ ജാസ്മിനും ഗബ്രിയും ഇല്ലെങ്കിൽ കണ്ടന്റ് ഇല്ലേ എന്ന ചോദ്യം വരെ ചോദിക്കേണ്ട അവസ്ഥയാണ്. ടാസ്കിലായാലും ഈ പറഞ്ഞ ജാസ്മിൻ ഗബ്രിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മത്സരം അതായിരുന്നു അവസ്ഥ. 3 ടീമുകളും ബിഗ് ബോസ് വീട്ടിൽ നടന്ന ഏതെങ്കിലും സംഭവങ്ങൾ അഭിനയിച്ചു കാണിക്കുക. പവർ ടീം ആയിരിക്കും ജഡ്ജ്. ആക്ടിന് ശേഷം ഓരോ ടീമിനും പവർ ടീം പോയിന്റ് നൽകും. ഏത് ടീമിനാണോ കൂടുതൽ പോയിന്റ് അവർ ജയിക്കും. ഡെൻ ആയാലും
ടണലായാലും നെസ്റ്റ് ആയാലും ആക്ടിങ്ങിൽ കൂടുതലും ഉൾപ്പെടുത്തിയത് ജാസ്മിൻ, ഗബ്രി, ജിൻഡോ, ജാൻമണി എന്നിവരെയായിരുന്നു. കാരണം ഇവർ മാത്രമാണ് ബിഗ് ബോസ് ഹൗസിൽ നിലവിൽ കണ്ടന്റ് മേക്കിങ്ങിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. അവരെ അല്ലാതെ വേറെ ആരെയും ആക്ട് ചെയ്ത് കാണിക്കാൻ മാത്രം ഒരു സംഭവം അവിടെ ഇല്ല. അതിൽ ഞെട്ടിച്ചു കളഞ്ഞത് ടണൽ ടീമാണ്. ജാസ്മിൻ തന്നെ ജാസ്മിനെയും ഗബ്രിയെയും ആക്ട് ചെയ്ത് കാണിച്ചു. അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് മെല്ലോ ഡ്രാമയിൽ ടണൽ ടീം ജയിച്ചത്. സംഭവം ടാസ്ക് ആയിരുന്നുവെങ്കിലും ജാസ്മിൻ സ്വയം തന്റെ പ്രവൃത്തികളെ ആക്ട് ചെയ്ത് കാണിച്ചത് ഒരു സംഭവം തന്നെയായിരുന്നു. സ്വയം താൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ് അതേപടി അഭിനയിച്ച് കാണിച്ചത്. ഇങ്ങനെയൊക്കെയാണെന്ന് ഉത്തമ ബോധ്യം ജാസ്മിനുണ്ട്. മറ്റൊന്ന് അർജുന്റെ അപാര ആക്ടിംഗ് ആണ്. ജാൻമണിയെ ഇത്രയും പെർഫെക്റ്റ് ആയി ആക്ട് ചെയ്ത് കാണിക്കാൻ വേറെ ആർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഒരു 4-5 പേരിലേക്ക് ഗെയിം ചുരുങ്ങി പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ജാസ്മിൻ, ഗബ്രി, സിബിൻ, ജിൻഡോ, ജാൻമണി, നോറ. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഇവരെ ചുറ്റിപ്പറ്റിയാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഇവർ പോയാൽ കണ്ടന്റ് ദാരിദ്ര്യം എന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരും. മറ്റൊന്ന് ജാസ്മിന്റെ തിരിച്ചുവരവാണ്. കഴിഞ്ഞ വീക്ക് മുഴുവൻ ഇമോഷണലി ഡൗൺ ആയ ജാസ്മിൻ ബാക്ക് ടു ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ രീതിയിലാണെങ്കിൽ ജാസ്മിനും ഗബ്രിയും മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ശക്തരായ എതിരാളികളായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല.